ഹലോ ഗായ്സ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു കാർ പോർഷൻ മേക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താ കാര്യങ്ങളെന്ന് കാര്യം. പക്ഷേ എൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിനകത്ത് പ്രത്യേകം നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് GA ലൈനർ വിത്ത് സീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ സീലിംഗ് ചെയ്തിട്ട് ഇതുവരെയായിട്ടും സീലിംഗ് വെച്ച് നമ്മൾ ഇതുവരെ പോർച്ച് ഒന്നും മേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ അതിനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അത് സ്റ്റാർട്ടിങ് ആദ്യത്തെ സമയത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇറക്കി, സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് അൺലോഡ് ചെയ്തു. ഇനി അവിടെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ചെയ്തു തുടങ്ങുകയാണ്. ഏകദേശം നിങ്ങളെന്തായാലും വീഡിയോ ഇങ്ങനെ കാണുക. വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ അവസാനിക്കുന്ന ലാസ്റ്റ് ഭാഗമാകുമ്പോഴത്തേക്കിനും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയും അതോടൊപ്പം പറഞ്ഞു തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരു സന്തോഷമായിരിക്കും, ഒരു ഇൻസ്പിറേഷനായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് നമ്മൾ കാർപോർട്ടിൻ്റെ സ്ട്രെച്ചറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ സീലിംഗ് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അടിക്കാൻ പോകണം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജിയുടെ പുതിയൊരു സീലിംഗ് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ആ സീലിംഗ് മെറ്റീരിയലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് വൈറ്റ് കളർ ഇവിടെ ബണ്ടിൽ കണക്കിന് സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സീലിംഗ് വിത്ത് പോർച്ച് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എത്രത്തോളം അത് സക്സസ്ഫുൾ ആകും എന്താകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ഏറ്റവും ഭംഗിയായിട്ട് കാണണം, മേക്ക് ചെയ്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നിട്ട് വേണം ബാക്കിയുള്ള നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് തരാനായിട്ട്. അപ്പം ഞങ്ങളതിൻ്റെ വർക്ക് ഏകദേശം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്ന ടോപ്പ് സൈഡിൽ ലൈനർ വരുന്നു, ബോട്ടം സൈഡിൽ ജിയുടെ ക്ലാഡിംഗ് പ്ലാങ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പോർച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതായിരുന്നു എത്ര നേരം നമ്മൾ മേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇന്ന് പൂർത്തിയായി. ഇത് ഫുൾ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കോളെ, നമ്മൾ താഴത്തെ സീലിങ്ങിൻ്റെ കളർ വൈറ്റ് കളർ, ഓഫ് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. ഏകദേശം 1.25 ഇഞ്ച് ഇതിൻ്റെ ഓരോ ഗ്രൂവിൻ്റെയും വിടുത്ത് വരുന്ന 1.25 ഇഞ്ച്, ഈ റിബിൻ്റെ സൈസ് വരുന്ന 1.25 ഇഞ്ച്, അങ്ങനെ 1.25 എന്നുള്ള റിബ് വിത്ത് ഹിപ്പ്, അതായത് ഇപ്പോൾ റിബ് വിത്ത് പാത്തി, അങ്ങനെ വരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പ്ലാങ്ക് വന്നിരിക്കുന്നത്. ഏകദേശം 0.35 ആണ് ഈ ഒരു സീലിങ്ങിൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ്റെ തിക്നെസ് കനം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ലാസ്റ്റിങ്ങിൽ ഈ സംഭവം കിടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ മുകളിലെ ലൈനർ ഷീറ്റിൻ്റെ കോമ്പോയും ഈ പറഞ്ഞ 0.35 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് നല്ല ബ്രാൻഡായിട്ടുള്ള നല്ല കമ്പനിയുടെ ആയതുകൊണ്ട് തന്നെ കുറേ അധികം ലാസ്റ്റിങ് കിടക്കും. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം കണ്ടു പറയും. അപ്പോൾ പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടെയൊക്കെ ഭംഗി കൂട്ടാനായിട്ട് ഇതിനകത്ത് ഇത് കണ്ടു, ഒരു കറുത്ത ലൈനിങ്. ഇത് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് എന്ന് പറയുന്ന
അല്ലെങ്കിൽ ബോംബിൻ്റെ ട്യൂബ് ലൈറ്റോ എന്തെങ്കിലും ആ രീതിയിലുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3, 4, 5 ലൈറ്റുകൾക്കുള്ള ഓപ്ഷൻ ഇട്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കോമ്പൗണ്ടിൽ തന്നെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ വെട്ടമുള്ള ഒരു ഏരിയ ആണ് നമ്മൾ. പിന്നെ അതുകൊണ്ട് തന്നെ ഒത്തിരി ലൈറ്റിൻ്റെ ആവശ്യമില്ല. എന്നാലും പോർച്ചിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലൈറ്റ് സെക്ഷൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഓപ്ഷൻ ഇട്ട് കൊടുത്ത് അത് പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടൊക്കെ ഇടത്തുള്ളൂ. നമ്മൾ വർക്ക് തീർന്ന് പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം വന്നിരിക്കുന്നത് സൈഡിലെ ബോർഡർ വന്നിരിക്കുന്നത് 7x1 7:1 എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഞാൻ കൈ ചൂണ്ടി കാണിക്കുന്നത് 7x1 ഇങ്ങനെ സെക്ഷൻ വന്നിരിക്കുന്നത് 7x1. ഇത് വന്നിരിക്കുന്നത് 6x3. 6x3 2 സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോർഡർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് നേരത്തെ നിങ്ങൾ സ്ട്രക്ചർ പണിയുമ്പോൾ കണ്ട പോലെ ലാഡർ ടൈപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മൊത്തം പോർഷന് വീതി വരുന്നത് 22 അടി വീതിയാണ് വരുന്നത്. 22 അടി വീതി, അതായത് 7 മീറ്ററോളം 7 മീറ്ററിനടുത്ത് ഇതിൻ്റെ വീതി വിട്ട് വരുന്നുണ്ട്. ലെങ്ത് വരുന്നത് 6 മീറ്ററാണ്. 20 അടി നീളം. കാരണം നമുക്ക് ഇതിൻ്റെ ഈ ഒരു സീലിങ്ങിൻ്റെ സെക്ഷൻ മേടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 20 അടി നീളം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് 17-18 അടിയോളം നീളം മാത്രമേ മാക്സിമം കിട്ടത്തുള്ളൂ. അത് നമ്മൾ എറണാകുളത്തുള്ളൊരു സ്ഥാപനത്തിൽ നിന്നാണ് നമ്മളിത് ഓർഡർ ചെയ്ത് വരുത്തുന്നത്. അൺസൈസിൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് 20 അടി വരെയാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും നമുക്ക് പലപ്പോഴും 18 അടി വരെയൊക്കെ കിട്ടത്തുള്ളൂ. ആ 18 അടി കഴിഞ്ഞിട്ടുള്ള ജോയിൻറ്റ് സൈഡാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പുറകോട്ടുള്ള ഭാഗം ഇങ്ങനെ ലെങ്തി കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ഈ മതിലയിലോട്ട് ഒരു പില്ലർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കൊടുക്കാതെ വാളിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോർച്ചിൻ്റെ രീതി പോലെ തന്നെ ഒരു സൺഷെയ്ഡ് ഒരു ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഇത് കിച്ചൺസ് കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ്. കിച്ചൺ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നൊരു സ്ഥലമാണ്. അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ സെയിം ഈ പോർച്ച് എങ്ങനെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈനർ പിന്നെ വിത്ത് സീലിംഗ് കോംബോ അതാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പോളികാർബണിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാര്യം അവിടെ മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങോട്ട് വീഴാതിരിക്കണം എന്നുള്ള പർപ്പസ് ഓർത്തിട്ടാണ്. അതും ഇവിടെ നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അത് വെള്ളമോ ലീക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതിന് നേരെ ബാക്ക് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇപ്പോൾ ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിറ്റിംഗ് ഏരിയയുടെ സൈഡിൽ മേളിൽ ഒരു റൂഫ് ടോപ്പ്, അതും ഈ ലൈനർ മാത്രമേ ഉള്ളൂ. ഇതിന് സീലിംഗില്ല. കാര്യം ഒട്ടും ആൾക്കാർ കാണാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ കുറച്ച് പോട്ടുകളും ഗാർഡൻ്റെ പോട്ടുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കാര്യം വീടിൻ്റെ വർക്ക് മൊത്തത്തിൽ ഫിനിഷ് ആയിട്ടില്ല. ഏരിയയുടെ ഫിനിഷിങ് നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത്. പക്ഷേ ഇത് മൊത്തത്തിൽ ഫിനിഷായി വരുമ്പോൾ നല്ല ലുക്കായിരിക്കും ഇത് കാണാനായിട്ട്. അങ്ങനെ ഏകദേശം ഒരു 10-12 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ വർക്കെല്ലാം ചെയ്ത് തീർക്കാനായിട്ട് പറ്റി. നമുക്ക് ആകെ കുറച്ച് ലാഗ് ഉണ്ടായത് നമ്മുടെ സീലിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓർഡർ ചെയ്ത് അത് വരാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് ടൈമും ഒക്കെ നമുക്ക് എടുത്തു എന്നുള്ളതല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. വളരെ നന്നായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി. നല്ല രീതിയിലും ക്ലയൻ്റ് എല്ലാം നമ്മളോട് സഹകരിച്ചു. അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വർക്കെല്ലാം അത്യാവശ്യം നിങ്ങൾ ഓടിച്ച് റൺ ചെയ്ത് കണ്ടു കാണുമായിരിക്കാം. അപ്പം കണ്ടതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ നമ്മളോട് പറയുക. നല്ലതാണെങ്കിൽ നല്ലതാണെന്നും മോശപ്പെട്ടെങ്കിൽ മോശമാണെന്നുള്ള കമൻറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ മനോഹരമായ ഒത്തിരി പോർച്ചുകളും ഒത്തിരി വർക്കുകളും ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളതിന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ സഹകരിക്കുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും അടിപൊളി മറ്റൊരു പോർച്ചിൻ്റെ വീഡിയോ ആയിട്ട് വരും. അതുവരെയും സൈനിങ് ഓഫ് പറയുന്നു. എബി ജോസഫ്, കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നും. you